നമസ്കാരം. ഈ കഴിഞ്ഞ മെയ് 27-ാം തീയതി മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡിന് എത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത്. CMRL എക്സാലോജിക്ക് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ തേടിയായിരുന്നു ED അന്ന് പിണറായി വിജയൻ്റെ ബേക്കറി മുക്കിലുള്ള വീട്ടിലേക്ക് എത്തിയത്. അന്ന് തിരുവനന്തപുരം ബേക്കറി മുക്കിലുള്ള പിണറായി വിജയൻ്റെ വീട്ടിൽ മാത്രമല്ല, പിണറായി വിജയൻ്റെ പിണറായിലുള്ള പാണ്ഡ്യാല മുക്കിലുള്ള പിണറായി വിജയൻ്റെ തറവാട്ട് വീട്ടിലും ഇതുപോലെ CMRLൻ്റെ ഓഫീസുകളിലും എല്ലാം അടക്കം ഏതാണ്ട് 12ഓളം ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥർ വിലപ്പെട്ട രേഖകളുമായി അവരുടെ റെയ്ഡ് കഴിഞ്ഞ് ഏതാണ്ട് 8 മണിക്കൂർ നേരമുള്ള റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ അവരെ ED സംഘത്തെ റോഡിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി CPMലെ മുതിർന്ന നേതാക്കളും മന്ത്രിമാരും MLAമാരും അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കന്മാരും അണികളും എല്ലാവരും അണിനിരന്നിട്ടുണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ, അതായത് വടിയും കമ്പും എല്ലാം ED റെയ്ഡ് നടക്കുന്ന പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് അവർ വലിച്ചെറിയുന്നുണ്ടായിരുന്നു. വെള്ളം നിറച്ച കുപ്പികൾ വലിച്ചെറിയുന്നുണ്ടായിരുന്നു. ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ സഞ്ചരിച്ച കാറിന് നേരെ വലിയ ആക്രമണം ഉണ്ടാകുന്നു. കാറ് തല്ലിപ്പൊളിക്കുന്നു. ED ഉദ്യോഗസ്ഥർ പാളയം പോലീസ് സ്റ്റേഷനിലേക്ക് കാർ ഓടിച്ചു കയറ്റിയാണ് ഈ പ്രതിരോധക്കാരുടെ നിന്നും രക്ഷ നേടിയത് എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം വീണ വിജയനെ ED സമൻസ് അയച്ച് കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ ചോദ്യം ചെയ്യൽ നടക്കുന്നു. അവിടെയും 9 മണിക്കൂർ ചോദ്യം ചെയ്തു. എന്നാൽ തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ ബേക്കറി മുക്കിലുള്ള വീടിന് മുൻപിൽ ഉണ്ടായിരുന്നത് പോലുള്ള പ്രതിരോധം പിന്നീട് ED ഓഫീസിന് മുന്നിൽ CPM ഉയർത്തിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. അന്ന് 27-ാം തീയതി ED റെയ്ഡ് നടക്കുമ്പോൾ പിണറായി വിജയൻ്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയ CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥർക്ക് നേരെ വധശ്രമം നടത്തി എന്നുള്ളതിൽ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുക്കുകയും 26 പേരെ കേസെടുത്ത് ജയിലിലടക്കുകയും ചെയ്തു, ജയിലിലടക്കുകയും ചെയ്തു. പിന്നീട് വീണ വിജയനെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തി ED ഓഫീസിൽ ആദ്യം ചോദ്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ ആരും തന്നെ ED ഓഫീസിൽ പ്രതിരോധത്തിന് കണ്ടില്ല എന്ന് തന്നെയുമല്ല, ഈ വരുന്ന 29-ാം തീയതി വീണ്ടും വീണ വിജയനോട് ED ഓഫീസിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 25-ാം തീയതി 4 ദിവസം മുൻപേ തന്നെ വീണ വിജയൻ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിരിക്കുന്നു. ED വിളിച്ചു വരുത്തിയതാണ് ബന്ദവസിൽ, അതായത് പോലീസ് ബന്ദവസിൽ തന്നെ വീണ വിജയനെ ED ഓഫീസിലേക്ക് കൊണ്ടുവന്നതാണ് എന്നും പറയപ്പെടുന്നു. അതെന്ത് തന്നെയായാലും വീണ വിജയനെ ED ഓഫീസിൽ ഇന്ന് ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിലും ED ഓഫീസിന് പുറത്ത് റോട്ടിൽ CPMകാർ ആരും തന്നെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. പിണറായി വിജയൻ്റെ വീട്ടിൽ ED ആദ്യം റെയ്ഡിന് വന്ന സന്ദർഭത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP പിണറായി വിജയൻ എന്ന ആഗോള പ്രശസ്തനായ CPMൻ്റെ നേതാവിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്, അതിലൂടെ CPMനെ തകർക്കുവാനാണ് BJPയുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞാണ് അന്ന് ബേക്കറി ജംഗ്ഷനിലുള്ള ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ്റെ വീടിന് മുൻപിൽ CPM പ്രവർത്തകർ തടിച്ചുകൂടിയത്. എന്നാൽ പിന്നീട് ആയുർവേദ മുക്കിലുള്ള വീണ വിജയൻ്റെ HDFC ബാങ്കിലെ ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിക്കുന്ന സമയത്ത് ED ഉദ്യോഗസ്ഥന്മാരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അവിടെയും CPMൻ്റെ പ്രവർത്തകരെയോ നേതാക്കന്മാരെയോ കണ്ടില്ല. ഈ സന്ദർഭത്തിൽ മാധ്യമങ്ങളുമായി സംസാരിച്ച CPMൻ്റെ തലമുതിർന്ന നേതാക്കൾ, അതായത് അന്നേ വരെ EDയുടെ ഉദ്ദേശം പിണറായി വിജയനെ തകർക്കുകയാണ്, അല്ലാതെ വീണ വിജയൻ്റെ എക്സാലോജിക്ക് മാസപ്പടി കേസല്ല അവരുടെ വിഷയം എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞിരുന്ന ചില നേതാക്കന്മാർ AK ബാലനും തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും ജോൺ ബ്രിട്ടാസും അടക്കമുള്ള ചില ആളുകൾ പറഞ്ഞത്, വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ, അല്ലെങ്കിൽ EDയുടെ കയ്യിൽ വീണയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളുണ്ടെങ്കിൽ അവരന്വേഷിക്കട്ടെ, അന്വേഷണം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. വീണ വിജയൻ CPMകാരിയല്ല, CPM അനുഭാവിയല്ല, അവർക്ക് CPMൽ മെമ്പർഷിപ്പുമില്ല. അതുകൊണ്ട് അവർക്കെതിരെ നടക്കുന്ന ED അന്വേഷണത്തിൽ CPMന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി CPM മുന്നോട്ടില്ല എന്നാണ് അന്ന് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ കടകംപള്ളി സുരേന്ദ്രൻ, ജോൺ ബ്രിട്ടാസും AK ബാലനും അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത്. അതായത് CPM ഒരു കാര്യം വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു,
വീണ വിജയൻ CMRL എന്ന കമ്പനിയിൽ നിന്നും തൻ്റെ എക്സാലോജിക് എന്ന ഷെൽ കമ്പനിയിലേക്ക് മാസപ്പടിയായി വാങ്ങിയത് കോടികളാണ്. യാതൊരു തരത്തിലുള്ള സേവനവും നൽകാതെ വീണ വിജയൻ കോടികൾ വാങ്ങിയിരിക്കുന്നു എന്നുള്ള സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കുറ്റം വീണ വിജയൻ നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് CPM നേതാക്കളുടെ ഇപ്പോഴുള്ള മൗനത്തിൽ നിന്നും പിന്മാറ്റത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, പിണറായി വിജയനെ കൈവിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനും ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് വീണ വിജയൻ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടക്കുന്ന അന്വേഷണത്തെ അവർ നേരിടട്ടെ, നിയമപരമായി അവർ നേരിടട്ടെ, അവരുടെ കുടുംബം നേരിടട്ടെ. മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതിനാൽ ഇനി CPM ഈ കാര്യത്തിൽ ഇടപെടാനോ അവർക്കെതിരെ പ്രതിരോധം തീർക്കുവാനോ ഇനി ഇല്ല എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും ജോൺ ബ്രിട്ടാസും AK ബാലനും അടക്കമുള്ള KK ശൈലജ ടീച്ചറും അടക്കമുള്ള നേതാക്കൾ തുറന്നടിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഇന്ന് വീണ വിജയൻ കൊച്ചി ED ഓഫീസിലെത്തുമ്പോൾ ഒരു സ്വരം പോലും EDയുടെ കേന്ദ്രാന്വേഷണ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് BJP പിണറായി വിജയനെ തീർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു മുദ്രാവാക്യം പോലും മുഴക്കാൻ CPMൻ്റെ ഒരു പ്രവർത്തകൻ പോലും തെരുവിലുണ്ടായിരുന്നില്ല, ED ഓഫീസിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഒരു കാര്യം CPMകാരും തിരിച്ചറിഞ്ഞിരിക്കുന്നു, പിണറായി വിജയൻ്റെ മകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും നിയമത്തെ സ്വന്തമായി തന്നെ സ്വന്തം നിലയിൽ നേരിടട്ടെ. അവരൊരു സ്വതന്ത്ര വ്യക്തിയാണ്, മുതിർന്ന വ്യക്തിയാണ്. അവരുടേതായ സ്വകാര്യമായ ഒരു കമ്പനി, ആ സ്വകാര്യ കമ്പനിയിലേക്ക് മറ്റൊരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് അവർ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടിയാണ്. ഇത് തന്നെയാണ് പിണറായി വിജയൻ മാത്യു കുഴൽനാടനെതിരെ മാസപ്പടി വിവാദം നിയമസഭയിൽ ഉയർത്തിക്കാണിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്, എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മകളോ എൻ്റെ മകനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരും തന്നെ ഈ പറഞ്ഞു കേൾക്കുന്ന അഴിമതിയിൽ പങ്കാളികളല്ല, വെറുതെ വീട്ടുകാരെ ഇതിലേക്ക് വലിച്ചഴിക്കരുത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്ക് നേർ പറയണം. എൻ്റെ മകൾ എൻ്റെ ഭാര്യ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോന്നപ്പോൾ അവർക്ക് കിട്ടിയ ആ ഒരു തുക വെച്ച് ഒരു ചെറിയ കമ്പനി തുടങ്ങി. ആ കമ്പനിയാണ് എക്സാലോജിക് എന്ന കമ്പനി. ആ എക്സാലോജിക് എന്ന കമ്പനി CMRL എന്ന കമ്പനിക്ക് നൽകിയ സേവനത്തിന് കിട്ടിയ വേതനമാണ് അവർക്ക് CMR കൈമാറിയത്. അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള, രണ്ട് സ്വതന്ത്ര വ്യക്തികൾ തമ്മിലുള്ള ഇടപാടാണ്. അതിലേക്ക് മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയോ വലിച്ചിഴക്കേണ്ടതില്ല. വീണ വാങ്ങിയ പണത്തിന് അവർ ആദായ നികുതി അടച്ചിട്ടുണ്ട്, GST അടച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പിണറായി വിജയൻ പറഞ്ഞത്. ആ വാക്ക് കടം കൊണ്ടുകൊണ്ട് തന്നെയാണ് ബ്രിട്ടാസും അതുപോലെ തന്നെ AK ബാലനും എല്ലാം ഇപ്പോൾ പറയുന്നത് അവർ ഒരു സ്വതന്ത്ര വ്യക്തിയാണ് വീണ വിജയൻ. പിണറായി വിജയൻ്റെ മകളാണെന്നതിൻ്റെ പേരിൽ അവരൊരു കാരണവശാലും ED അന്വേഷണത്തിൻ്റെ പേരിൽ CPM പ്രതിരോധിക്കാൻ തെരുവിലേക്ക് ഇറങ്ങുന്നില്ല. ഇനി CPMകാർ അത്തരം പരിപാടികൾക്കില്ല എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഇന്ന് ED വീണയെ ചോദ്യം ചെയ്യുമ്പോൾ തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന യാത്രക്കാരല്ലാതെ CPMകാരായി ആരും തന്നെ ഇല്ല. ഒരുപക്ഷെ യാതൊരു തരത്തിലുള്ള ചെങ്കൊടികളും അവിടെ ഇന്ന് ആരും ഉയർത്തിയിട്ടില്ല. അതായത് ചെങ്കൊടി എന്നുള്ള ഒരു പ്രതിഭാസം പോലും അവിടെ എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട അവസ്ഥ. അക്ഷരാർത്ഥത്തിൽ ഒരു കാര്യം തുറന്ന് സമ്മതിക്കുന്നു, CPMകാർ വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ അനുഭവിക്കട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, ഞങ്ങൾ ഇനി പ്രതിരോധിക്കാനില്ല. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. പിണറായി വിജയനെ പാർട്ടി കൈവിട്ടിരിക്കുന്നു, വീണ വിജയനെ കൈവിട്ടിരിക്കുന്നു. CMRലും വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയുമായി പറഞ്ഞു കേൾക്കുന്ന തരത്തിൽ ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ, വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, അന്വേഷിക്കപ്പെടട്ടെ എന്നുള്ളത് തന്നെയാണ് CPMൻ്റെ നിലപാട്. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.